അപ്പം ഗൈസ് രാവിലെ തന്നെ നമ്മളിതാ റൈഡിന് ഇറങ്ങിയാണ്. എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ സമയം കിട്ടുമ്പം നേരെ സൈക്കിൾ എടുക്കുക വിടുക. ഇതാണ് മെയിൻ പരിപാടി. നമ്മൾ കോരങ്ങാട് എത്തി. രാവിലെ ഇറങ്ങിയപ്പോൾ അടിപൊളി ക്ലൈമറ്റ്. കുറച്ച് വെണ്ണക്കാടൊക്കെ എത്തിയപ്പോൾ പെരുമഴ. അങ്ങനെ കോട്ടക്കെട്ട് സെറ്റാക്കി ഒക്കെ പാക്ക് ചെയ്ത് എടുത്ത് വെച്ച് ചവിട്ടി. താമരശ്ശേരി എത്തിയപ്പോൾ നല്ല വെയിൽ. അങ്ങനെ ആ കോട്ടിട്ട് ചവിട്ടാൻ കഴിഞ്ഞിട്ട് ആ പൂരി വെച്ച് കോട്ടൊക്കെ പാക്ക് ചെയ്തു. ഇതാണ് പ്രകൃതിൻ്റെ ടോപ്പ് കോമഡി. ഒരു 5 മിനിറ്റ് മഴ അങ്ങോട്ട് ചാറി ക്രൗഡായി. ഇപ്പോൾ പെയ്യുന്നുള്ള കണ്ടീഷനിലായി. ഇപ്പോൾ കണ്ടോ നല്ല വെയിൽ. അതങ്ങാ ഇപ്പോൾ അവിടെ നിർത്തി ഞാൻ കോട്ടൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ കട്ട പോസ്റ്റ് ആകുന്നു. നിമിഷ നേരം കൊണ്ട് ക്ലൈമറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുന്നുണ്ട്. ഇപ്പോൾ പോയി നോക്കാം. പൂനൂര് എത്തി. പൂനൂരിൻ്റെ ഇവിടെ പാലം ഡെവലപ്പാക്കിയതിനു ശേഷം അടിപൊളിയാണ്. ഇവിടെ ഒരു പഴയ എന്താ പറയുക, കുറേ കാലങ്ങൾക്ക് മുമ്പുള്ളൊരു സ്തൂപുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം എന്തായാലും സ്വാതന്ത്ര്യദിനം കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ആ ലെവലിലോ ഒക്കെ ഉള്ള സാധനം PWD ഉണ്ടാക്കിയ നമ്മളെ പക്ക ഉണ്ടാ ഒരു അശോകസ്തംഭം PWDൻ്റെ അടിപൊളി. ഇതാണ് പൂനൂർപ്പുഴൻ്റെ സൈഡിൽ. ഇത് വേറൊരു വൈബാണ്. നമുക്ക് ഈ അശോകസ്തംഭം എപ്പോൾ കണ്ടാലും ഇതിപ്പോൾ നാട്ടിലെങ്കിലും അങ്ങനെ കാണാനില്ല. ദേശീയത. സല്യൂട്ട്. എസ്റ്റേറ്റ് മുക്ക്. അപ്പം എസ്റ്റേറ്റ് മുക്കിന്ന് നമ്മളെ കക്കയം റൂട്ടില്ലേ, ഒന്ന് കുറച്ച് അതുപോയി ഒന്ന് സഞ്ചരിക്കുക. എന്താ അവസ്ഥ എന്നറിയില്ല. ഫുഡ് കിട്ടുമോ? കിട്ടൂലേ? ചായപ്പീടി എന്നെ തുറന്നാൽ മതി. ശരിയൊക്കെ ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകേണ്ടിയില്ല. പോയി നോക്കാം. ഇന്ന് സ്കൂളില്ല. ഇത് വേറൊരു സൗഹൃദ മദ്രസ. ഹായ്. കുറേ ബിസിനസ്സുകളെ എന്തോ യാട് നല്ല രസമുണ്ട്. ജസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് ഒരു 10 കിലോമീറ്ററൊക്കെ ഉള്ളൂ ഇവിടത്തെ. അപ്പോൾ ഇങ്ങനെ റൈഡ് ചെയ്ത് വന്ന് കാണാതെ പോകുന്നുണ്ട് എന്നല്ല കേട്ടോ. കാറിലും ബൈക്കിലും എല്ലാത്തിലും ഒക്കെ നമ്മൾ വരുന്നുണ്ട്. പക്ഷേ സൈക്കിൾ ചെയ്ത് വരുമ്പോണ്ടാണ് ആ മൂടിൻ്റെ അത് സൈക്ലിങ്ങിൻ്റെയൊക്കെ മനസ്സിലാവും. ഏതാ വൈബ് നോക്കിയാൽ. രാവിലെ സമയം എത്രയും അറിയോ? 9:12 ഒരു അടിപൊളി ആംബിയൻസ് അവിടെ. റോട്ടിലൊക്കെ മണലുണ്ടാവും. തെച്ചിപ്പാലം ഇവിടെ പണ്ട് ഒരു ചെറിയ പാലായിരുന്നു. അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു ഒന്ന്. ഇപ്പോൾ രസമില്ലാന്നല്ല കേട്ടോ, കുറച്ചുകൂടി വൈഡാക്കി ഇടുങ്ങിയ ഒരു പാലവും പഴയ കൈവരിയൊക്കെ കാണാൻ വേറെ രസമല്ലായിരുന്നു. സംഭവം സെറ്റ്. ഇനി കുറച്ചുകൂടി അങ്ങോട്ട് കയറാണ്ട് ഏതെങ്കിലും ഒരു ചായപ്പീടിയ കിട്ടണം അടുത്ത്. ഉള്ളിലേക്കൊന്നും എത്തിയില്ല, കുറച്ച് കാരക്കകൾ മാത്രമേ എത്തിയുള്ളൂ. വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് ഈറ്റിങ്. ചായ കുടി കുറച്ച് മതി. ആ പൊടി ഇട്ടോളൂ, മധുരം കുറച്ച് മതി. അപ്പം ടീമേ നമ്മൾ 2 കോഴിമുട്ടയും ഒരു ചായയും കുടിച്ചു. പിന്നെ
പിന്നെതാ വെള്ളമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നേരതാ തലയാട് എത്തിക്കൊണ്ട് നിൽക്കുക. തലയാടാൻ തോന്നുന്നു കേട്ടോ, കറക്റ്റ് അറിയില്ല. സമയം 9:52 കാണുന്നതാണ് കക്കയം. അവിടെയൊക്കെ എപ്പോഴും കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാന്തലാട് വില്ലേജ് ഓഫീസ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഓ, അവിടെ എന്തോ ഒരു ചെറിയ പൊട്ടിക്കുണ്ടോ, ഉരുൾപൊട്ടൽ ആണോ അല്ലേ മണ്ണെടുത്താണോ? അല്ലേ മണ്ണെടുത്താ റോഡിന് ഈ പൊട്ടിയാണെന്ന് അറിയില്ല കേട്ടോ, വിവാദമാക്കണ്ട. ഇവിടെ നല്ലൊരു അടിപൊളി പള്ളി. ഓ, മുകളിലൊരു ദീപമൊക്കെ ഉണ്ട്, കയ്യിലൊരു ദീപം. മേരി മാതാ, സെൻറ്റ് ജോസഫ് ചർച്ച്. ഒരു ശരിക്കും ഒരു JCB കഥ ഈ ഒരു ആംബുലൻസിൽ പണിയെടുക്കാനായിട്ട് ടോയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ തോന്നുന്നു. ഇത്രയും വൈഡായിട്ടുള്ള, ഓ നല്ല കയറ്റാ. ഈ സൈക്കിൾ ചെയ്യുമ്പോൾ ഒരു ഇതാ ചവിട്ടി കയറ്റണം, നല്ലോണം കിതയ്ക്കുന്നുണ്ട്, നല്ലപോലെ നയിക്കണം. പക്ഷേ കണ്ണില്ലേ, നമ്മളെ കണ്ണിൻ്റെ അവസ്ഥ ഇതാ. ഇതിലും വലുത് എന്തോ വേണോ ദാസ, പവർഫുൾ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ പച്ചലയും ഈ കുന്നും മലയും. ആശാനൊക്കെ വർക്കില്ല. വൈബാണ്. ഒന്ന് ചവിട്ടി കയറിക്കാം, എന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ക്ലൈംബ് എന്ന് പറഞ്ഞാൽ പോളി ക്ലൈംബാ. ഇവിടെ കണ്ടാ ഏതാ സൗണ്ട് അല്ലേ? തോടൊക്കെ അടിപൊളി തോട്, കൊക്കോ തോട്ടം, വൻ വികസനങ്ങൾ വരിക. ഏതാ തോട്? ഓ കണ്ടാലോ. പാറക്കല്ലിന് മുകളിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നേ. ഏതാ വൈബ്, രക്ഷയില്ല. ഇവിടെ നിന്ന് അങ്ങനെ ഇതാ മുകളിൽ കെട്ടുണ്ടില്ലേ, അവിടെ എത്തണം. അയ്യോ, ഒരു റൗണ്ട് കയറി. അടുത്ത റൗണ്ട് കയറാം. പൊളി ആംബിയൻസ് ഉണ്ടാവും ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക്. അത് കാണുമ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാം. ഇതിലൊക്കെ നല്ല മണലുണ്ട്, കല്ല് പൊടിഞ്ഞ കറക്റ്റ് മണലുണ്ട് ഇതിനകത്തൊക്കെ. ഒരു ടീം താഴത്തുനിന്ന് ഊറ്റിയിട്ട് എടുക്കുന്നുണ്ട് മണൽ. അയ്യവാ, കറക്റ്റ് ഒരു ചോര അങ്ങോട്ട് കയറുക ചാവിട്ടിട്ട്. ഇവിടെ എന്താ ഒരു മണ്ണിടിഞ്ഞ് JCB ക്ലീനാക്കി കൊടുക്കുക. വൈബ് നോക്കി, വൈബ് ഏതാ വൈബ്. ഓ ഇവിടെതാ താഴെ റോഡുണ്ട്. ഏതാ വൈബ്. ചാറ്റൽ മഴ, ഒരുമാതിരി വെയില്, ഒരുമാതിരി എന്താ ഇപ്പം പറയാ, ഒന്നും പറയാനില്ല. പൊളി മൂട്, സോളോ പൊളിയാ. നമ്മൾ കയറി വന്ന റോഡൊക്കെ അല്ലേ, അതൊക്കെ കാണുമ്പോൾ വേറൊരു മൂടാ. ഇനി എത്ര കയറാണ്ടെന്നല്ല, ഇത്രയും നമ്മൾ കയറിയല്ലോ, അതാ അതിൻ്റെ പൊളി. ഇവിടെ അടിപൊളി വെള്ളച്ചാട്ടോ മണ്ണിടിച്ചിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേ ഇതിലൊക്കെ കുളിക്കണം. ഈ ഒരു കാഴ്ചയൊന്നും കാണാണ്ട് പിന്നെ ഒരു സൈക്ലിംഗ് ഇല്ല. സൈക്ലിങ്ങിലുള്ള ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്കിയിട്ടതാ ഇങ്ങനെ ഒരു സാധനം അങ്ങ് സെറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു ലഗേജ് വെക്കാനുള്ളതും ഒരു അത്യാവശ്യം കംഫേർട്ടായിട്ടുള്ള ബാറും കാര്യങ്ങളായിട്ട് ടൂർ ചെയ്യാനുള്ള മൂഡിലൊന്ന് സാധനം സെറ്റാക്കുക. ഇതേ ചവിട്ട് കയറുവിൻ കുന്നും മലയും കയറി
എക്കോ ഫ്രണ്ട്ലി, അവനവൻ്റെ ആരോഗ്യം വെച്ചിട്ട് ചവിട്ടി അങ്ങോട്ട് മെതയ്ക്കുക, ആസ്വദിക്കുക. അല്ല, ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ പാഷനും എൻ്റെ ഒപ്പീനിയനെ പറയുന്നത്. ലോകത്തുള്ള എല്ലാവരും കൂടി സൈക്കിൾ ഓടിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി, ഇതിൻ്റെ ഭ്രാന്തുള്ളവർ മാത്രം, അല്ലാത്തവരാരും ചെയ്യണമല്ല. ഇതെന്താ വെച്ചാൽ അങ്ങനെ പറയാനുള്ള കാരണം, നമ്മളെ കൂട്ടത്തിലുള്ള കുറേ സൈക്ലിസ്റ്റുകളുണ്ട്. അപ്പോൾ പ്രാരാബ്ദവും ജോലിയും തിരക്കും ലൈഫും ഒക്കെ സെറ്റായപ്പോൾ കുറേ ആളുകൾ ഇതിൽ നിന്ന് നല്ല ആഗ്രഹം ഉണ്ടായിട്ടും പിന്മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഓലൊന്ന് ബൂസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാത്തവർക്ക് പൊട്ടനെ ഓൻ കാറോ അല്ല ബൈക്കോ എടുത്തിട്ട് ഈ പണിയെടുത്താൽ പോരെ, ഇനി ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോയെന്ന് ചോദിക്കും. അപ്പം നമ്മൾക്ക് ഒരിറക്കം വന്നു വിട്ടിരിക്കുന്നു. ഓ, ഇറക്കം മാത്രമല്ല, അതാ പറഞ്ഞത്, എവിടെ തിരിഞ്ഞാലും പൈപ്പോടെ വൈബ്. ഏതോ മറ്റേ ഡാമിൻ്റെ റിസർവോയറോ എന്തോ സംഭവം, നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ആ വെള്ളം കെട്ടി കിടക്കി നോക്കിയാൽ ആ മലിൻ്റെ ഇടുക്കിലൊക്കെ അത്ര വെള്ളം, എന്നാൽ അതിന് താഴോട്ട് ഊർന്നു പോണ്ടേ ആ വെള്ളമൊക്കെ. അടിപൊളി റൂട്ടാട്ടോ. Years in this lane, there's no stopping this flame. Cause I came to the game and I changed it to play how I like, rearranged it to my own domain. Yeah, I got what it takes, made lots of mistakes, taking shots, skipping breaks, feeling lost, feeling great, popping off, singing straight, never stopped, never changed. All the squad here to play and I've got something to say, yeah. I work hard each and every day, I get lost in the words I say. ക്ലോസാണ് ഇവിടെ ഇറങ്ങാൻ. അപ്പുറത്തൂടെ വേറൊരു വഴിയുണ്ട്, ആ വഴിക്ക് പോയിട്ട് ഏതാ വെള്ളം നോക്ക്. ഓ, നല്ല അടിപൊളി വെള്ളം. അമ്പലം വീഡിയോ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ക്ലോസ് ആണ്. നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചുറ്റിയിട്ട് ഒരു സ്ഥലമുണ്ട് അപ്പുറത്ത്, അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഒരു ട്രെയിൻ, മലമുകളിലെ ട്രെയിൻ. എന്താ Just the sun coming up on the horizon. I lose track of time, yeah, I move fast and climb a new class divine, yeah, true passion shines and I'm through passing time. I choose stacking dimes, you snooze half the time while I move passing by. I work hard each and every day, I get lost in the words I say. I don't push pause, no I push play. I won't stop till I make a change. I withdraw on the things I make. I turn flaws into flawless traits. അപ്പം അടിപൊളി മഴ അങ്ങോട്ട് പെയ്ത് കോട്ടൊക്കെ ഉണ്ട്, പക്ഷേ കോട്ട് ഇടുന്നില്ല. കോട്ട് വേണ്ട, നമ്മളിത് കൊള്ളാനാണല്ലോ വന്നത്. അടിപൊളി മഴ എന്നാൽ നല്ല അടിപൊളി മഴ. ഇവിടെ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴ എന്നാണ് കേട്ടത്. അപ്പം നമ്മൾ മെല്ലെ റിട്ടേൺ കക്കയം ഡാം കയറുന്നൊക്കെ ഉണ്ട്, പക്ഷേ കക്കയം ഡാം ഒറ്റ കയറിക്കില്ല, സേഫ് സോൺ അല്ല, ഒരാളും കൂടിയും വേണം. എന്തെങ്കിലും പറ്റിയാലൊക്കെ ഒന്ന് എന്താ പറയുക, അപ്പോൾ ആരും ഉണ്ടെങ്കിലല്ലേ നമുക്ക് ശരിയാക്കാൻ പറ്റും. എന്തായാലും അടിപൊളി റൈഡാണ്. നേരെ ഗോ, പൊളി വൈബ്. ഏതാ വൈബ്. ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ കൂടാണ് ഞാൻ. മലവെള്ളപ്പാച്ചിൽ ഏതാ പുഴ നോക്കി, വെള്ളം തട്ടിയിട്ട് ക്യാമറ ഒക്കെ ഷേക്കാനുണ്ട്. അടിപൊളി വൈബ്. ആൾക്കാരൊക്കെ തണുത്തിട്ട് വീടുകളായിട്ട് തിരികണം. ഒരേ പൊളി. എന്നാൽ പിന്നെ റിട്ടേൺ. ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഏരിയ പറഞ്ഞാൽ പൊളി.
നല്ല ഓഫ് റോഡാ.